നമ്മുടെ ശിവപാർവതി എന്ന് പറയുന്ന ടീമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. മിക്സഡ് ആയിട്ട് നമുക്ക് കാണാം ആൾക്കാരെ അല്ലെ, സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട്. ഏത് കലാരൂപമായിരിക്കും എന്ന് ചോദിച്ചാൽ തിരുവാതിരയാണ് അവർ കളിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല നമ്മുടെ മാഷുണ്ട്. മാഷ എന്നാണ്ട് വിശേഷം, സുഖമാണോ? മാഷിന്റെ കാര്യം ഞങ്ങൾക്ക് അറിയാം, മാഷ് കുടുംബമൊക്കെ ആയിട്ട് ഫുൾ ടൈം ആക്റ്റീവ് ആണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോഴേ അധ്യാപകരുണ്ട്, അവര് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ വീണ്ടും ഈ സാറുമാരൊക്കെ ഈ കലയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അതെന്താന്ന് എനിക്കൊന്ന് അറിയണം, ഈ ഒരു സന്തോഷം. അതായത് റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നത് ഇങ്ങനെയും നമുക്ക് എൻജോയ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് സുരേഷ് മാഷിനോട് ചോദിക്കാം. മാഷേ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എവിടെ സാറിന്റെ സ്ഥലം എവിടെയാ? തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. തൊടുപുഴ. ഓക്കെ, അധ്യാപകനായിരുന്നു. അധ്യാപകനായിരുന്നു. ഓക്കെ, എന്നിട്ട് ഇപ്പം ഈ റിട്ടയർമെന്റ് ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു. ഇങ്ങനെ ഞങ്ങള് അടിപൊളിയാക്കി. ഞങ്ങൾ തിരുവാതിരയും മാർഗംകളിയും അങ്ങനെ ഭരതനാട്യവും അങ്ങനെ എല്ലാ പരിപാടികളുമായിട്ട് അങ്ങനെ അടിപൊളിയാക്കിയിട്ട് ഞങ്ങൾ കുടുംബം എല്ലാവരും ഉണ്ട്. എന്റെ കുടുംബത്തിലെ ആളുകളാണ് ഇവരൊക്കെ. എന്റെ ഭാര്യ, മകൾ മീനാക്ഷി, മകൻ ശ്രീഹരി, പിന്നെ എന്റെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരുമായിട്ട് അങ്ങനെ വീട്ടിലങ്ങനെ അടിച്ചു പൊളിച്ച് എൻജോയ് ആയിട്ട് ഓരോ സ്ഥലത്തും പ്രോഗ്രാമൊക്കെ ചെയ്ത് അങ്ങനെ റിട്ടയർമെന്റ് എന്ന് തോന്നാറേ ഇല്ല. എങ്ങനെ തോന്നാനാ, കുടുംബം കൂടെ ഇല്ലേ? ഒരു മാതൃക കുടുംബം. ബിക്കോസ് എല്ലാ ജനറേഷൻസ് ഒരുമിച്ച് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാല് അത് ബ്യൂട്ടിഫുൾ ആണ്. നല്ല നമുക്കൊരു കുടുംബ ഫോട്ടോ ഇപ്പൊ ഹോള് അല്ല, അവരെ വീട്ടിൽ പേരിടാ കലാഭവൻ. മാതൃക കലാകുടുംബം. നിങ്ങളുടെ ട്രൂപ്പിലേക്ക് ഒരു ആർട്ടിസ്റ്റിനെ വേണോ? ശ്രീവിദ്യ മുല്ലച്ചേരി കുടുംബം തകർക്കാൻ ഒരു അതിഥി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ക്ഷണിക്കപ്പെടുന്ന വേദികൾ ചിലപ്പോ പ്രോഗ്രാം കൂടുതൽ കിട്ടുമായിരിക്കും അല്ലേ? ചിലപ്പോ ഇവർക്ക് തന്നെ ഓൾറെഡി കിട്ടുന്നുണ്ട്. ശ്രീവിദ്യ വേണമെങ്കിൽ ഇടയ്ക്ക് ഒരുപാട് കിട്ടും, ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും. അത് മുക്കിന് കിട്ടും. നിങ്ങളപ്പോ കുടുംബപരമായിട്ട് എത്ര വർഷമായിട്ട് ഇങ്ങനെ ഈ ഒരു ഫീൽഡിലുണ്ട്? ഞങ്ങള് കുടുംബപരമായിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ഞാനൊരു 4 വയസ്സ് മുതൽ നൃത്തം പഠിക്കുന്നതാണ്. പിന്നെ എന്റെ വൈഫ് RLB എന്നാണ് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞേക്കണത്. ഞാൻ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ ഭരതനാട്യത്തിൽ MA എടുത്തിട്ടുണ്ട്. മലയാളത്തിൽ എനിക്ക് MA ഉണ്ട്. കൂടാതെ എന്റെ മകൾ മീനാക്ഷി MB ആണ്. ഒപ്പം അണ്ണാമലൈ യൂണിവേഴ്സിറ്റി MA ചെയ്തിട്ടുണ്ട്. മകൻ എല്ലാ വർഷവും സംസ്ഥാനത്ത് ഭരതനാട്യം, മൃദംഗം, അതുപോലെ കേരള നടനം എല്ലാ വർഷവും. ഇപ്പോഴീ വർഷം സംസ്ഥാനത്തുണ്ടായിരുന്നു. ഇപ്പോൾ +2 ആണ്. മകൾ കലാതിലകമായിരുന്നു മീനാക്ഷി. യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു. ഒരു കുടുംബം മൊത്തം സ്റ്റേറ്റിന്റെ ആൾക്കാർ, ഒരു കുടുംബം മൊത്തം MA MBA ഇനി ഒരു ഒന്നുമില്ല ബാക്കി. ഡോക്ടറേറ്റും ഒക്കെ എല്ലാം. ഒരു MBBS കൂടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ സ്റ്റേറ്റ് കലോത്സവം വിന്നറല്ലേ എല്ലാം. അതെ, സബ് ജില്ലയിൽ പോയി കിടന്ന് കരഞ്ഞോണോ പോയിരിക്കുന്ന സാറേ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ സാറിനോട്, എങ്ങനെയാണ് വൈഫിനെ കണ്ടുപിടിച്ചത്? നിങ്ങൾ ലവ് മാരേജ് അല്ലായിരുന്നോ? ലവ് മാരേജ് അല്ലായിരുന്നു. ഞാൻ എൻ്റെ ടീച്ചർ കലാക്ഷേത്ര വിലാസിൻ ടീച്ചറായിരുന്നു. ടീച്ചറിന്റെ വീട്ടിൽ പ്രൈവറ്റ് സ്റ്റഡി ആയിരുന്നു. അപ്പോഴാണ് അവിടെ ഇങ്ങനെ കല്യാണത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ കോളേജിൽ ഒരു നല്ലൊരു കുട്ടിയുണ്ട്, അപ്പൊ അതിന് നിനക്ക് വേണ്ടി ആലോചിക്കാം. അങ്ങനെ ആലോചിച്ചാണ് നൃത്തം പഠിച്ച ഒരാളെ തന്നെ കണ്ടുപിടിച്ചത്. ചേച്ചിക്കും ചേട്ടനാണ് അത് പറഞ്ഞത്. പണ്ടത്തെ അർജുനാന്ന് തോന്നുന്നു. ശരിയല്ല, അർജുൻ ഭാവിയിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ അമൃത TV ഭാര്യ മക്കൾ. അണ്ണാമല യൂണിവേഴ്സിറ്റി ഇവൻ ഏതിലിപ്പോ MA എടുക്കുക? പക്ഷെ ഇത്ര MA എനിക്ക് ഉണ്ടാവില്ല കേട്ടോ. കഷ്ടപ്പെടാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാൽ നമുക്ക് എല്ലാം നേടാം അല്ലേ? ചേട്ടൻ ഇപ്പൊ അങ്ങനെ നേടിയതല്ലേ ഈ കുടുംബവും കലയൊക്കെ അല്ലേ ചേട്ടാ? എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്നു. നല്ല കഷ്ടപ്പെട്ടു. ചേട്ടൻ റിട്ടയർമെന്റിന് ശേഷം ചേട്ടൻ MA എടുത്തിട്ടുണ്ടോ? റിട്ടയർമെന്റിന് മുൻപാണ് MA എടുത്തത്. ഒരു MA എടുത്തത്.